പൈസ ഉണ്ടാക്കാന്നുള്ള ഒറ്റൊരു ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ പടം. സിനിമ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷെ മലയാളിക്ക് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരുപരി അതിനൊപ്പം തന്നെ കണ്ടൻറ്റ്, അതായത് കുറച്ച് സ്റ്റോറി, കുറച്ച് ലോജിക്ക്, കുറച്ച് കോമൺ സെൻസ്, അപ്പം അങ്ങനെയുള്ള പരിപാടികളും ഉണ്ടെങ്കിലേ നമുക്കത് സെറ്റ് ആവുള്ളൂ. പക്ഷെ ഇതൊന്നും വേണ്ടാത്ത ഫുള്ള് മാസം മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ടീമിനെ മാത്രം കണ്ടിട്ട് ഉണ്ടാക്കിയ പടമാണത്. അപ്പം നമ്മുടെ ടോട്ടൽ ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അവിടെ കേരളം എന്നുള്ളത് ചെറിയൊരു വിഭാഗം ആൾക്കാരാണ്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട് മുതൽ അങ്ങ് നോർത്ത് വരെ മാസ് ഫുള്ള് മസാല മാത്രം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അതങ്ങോട്ട് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തൊടാണ്ട് അടിച്ച് കയറുന്ന ടീമുകളാണെന്നല്ല. അപ്പോൾ അവരെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയ പടമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് 2 കാര്യമുള്ളൂ. ഒന്നില്ലെങ്കിൽ ഈ പടം കാണാതിരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മലയാളി മൈൻഡ് സെറ്റ്, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന, എല്ലാത്തിലും റീസണിങ് തപ്പി കിടക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി ഒരു പക്കാ കൊമേഴ്ഷ്യൽ എക്സ്ട്രീം മാസ് പടം കാണാൻ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഈ പടം കാണാൻ പോവാം. എന്നാലേ നമുക്ക് ടിക്കറ്റിൻ്റെ പൈസ മുതലാവുള്ളൂ. പിന്നെ ഈ പടം വെറുതെ കാണാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OTT വരും, 2 ആഴ്ച കഴിഞ്ഞാൽ അപ്പോൾ കാണാം. അല്ലെങ്കിൽ പടത്തിലുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് വേണ്ടത് നിങ്ങനെ തീരുമാനിക്കുക. പടം വെറുതെ നിങ്ങൾക്ക് കണ്ടാൽ മതിയാ, അല്ലെങ്കിൽ പടം എക്സ്പീരിയൻസ് ആണോ വേണ്ടത്. അപ്പോൾ കോടാലി എടുത്ത് തോളത്തിട്ട് കാട്ടിൽ പോയി മരം വെട്ടി ജീവിച്ചിരുന്ന കൂലിക്കാരനായ പുഷ്പരാജിന്ന് സാൻഡൽവുഡ് മാഫിയയുടെ സിൻഡിക്കേറ്റ് പ്രസിഡന്റായി കോടികൾ വരുന്ന പുഷ്പയായിട്ടാണ് പുഷ്പ 1 ദ റൈസിൽ കണ്ടത്. പക്ഷെ ഇതിൽ വരുമ്പോൾ പുഷ്പ മോനെ വേറെ ലെവലായി. നാഷണലല്ല ഇന്റർനാഷണൽ വരെ എത്തി കാര്യങ്ങൾ. പൈസ കൊണ്ട് കളിക്കുന്നു എറിയുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പരിപാടി. മൊത്തത്തിൽ അങ്ങോട്ട് അഴിഞ്ഞാടാണ് പുഷ്പന്റെ അടുത്ത് ആര് വന്നാലും, അതിപ്പോൾ ശത്രു ആയാലും ശരി മിത്രം ആയാലും ശരി, ആര് വന്നാലും 1 ടൈം സെറ്റിൽമെന്റ് ആണ് പുഷ്പന്റെ അടുത്ത്. വാരിക്കോരി അങ്ങോട്ട് എറിയാനാണ് പൈസ. എന്തിനേറെ പറയണ്, തിന്നാനായാലും തല്ലാനായാലും ഹെലികോപ്റ്ററിൽ പോകുന്ന പുഷ്പ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പുഷ്പന്റെ റേഞ്ച്. പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അന്തം വിട്ട കുന്തന്മാരിയൊക്കെയാണ് പുഷ്പ. അപ്പോൾ അള്ളുവിൻ്റെ ഫാൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യണത്, അല്ലെങ്കിൽ പുഷ്പരാജിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യണത് എന്താണ്, അത് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വാരി വിളമ്പിയേക്കണാണ്. കൂടിയാലേ ഉള്ളൂ, ഒട്ടും കുറയൂല. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കേരളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും അങ്ങോട്ട് നിന്ന് കത്തനാണ് പുഷ്പ, എസ്പെഷ്യലി നോർത്തിലൊക്കെ. പിന്നെ ഫഹദ് ഫാഫ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൊട്ടയടിച്ച രംഗണ്ണ. ആവേശത്തിൽ എന്താണോ കണ്ടത് അതിൻ്റെ ഒരു മൊട്ടയടിച്ച വേർഷൻ അതാണ് ഇതിനകത്തുള്ള ബൻവർ സിംഗ്. പുഷ്പ 1 അവസാനത്തുമ്പോഴാണ് വന്നത്. കുറച്ച് പോർഷനേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. ഫസ്റ്റില് അള്ളു തുണി അയപ്പിച്ച് ആ പ്രതികാരം വിട്ടാൻ വേണ്ടി നടക്കുന്ന സൈക്കോ പോലീസ്. നമ്മുടെ ഷെമ്മിന്റെ മുമ്പിൽ ബൻവറൊക്കെ ഒന്നുമില്ല, അടിച്ചൊതുക്കി കൈ കൊടുത്തിട്ടുണ്ട് ഫഹദ്, പെശകാട്ടി ചെയ്തിട്ടുണ്ട്. പടത്തിൽ അഭിനയിച്ചേക്കണവരും എല്ലാം ഓവറാണ്. അതിനകത്ത് ഓവറാക്കി അങ്ങോട്ട് വെറുപ്പിച്ച് കളഞ്ഞേക്കണത് നമ്മുടെ ശ്രീവള്ളി മാത്രമേ ഉള്ളൂ. ശ്രീവള്ളി അങ്ങോട്ട് അഭിനയിച്ച് ആ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ആ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. പിന്നെ കുറച്ചെങ്കിലും ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നിയത് ഒരു ഡയലോഗ് പറയുന്ന പോർഷൻ ഉണ്ട്, അള്ളുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ഇത്തിരി ബെറ്റർ ആയിട്ട് തോന്നി. ബാക്കി ഫുള്ളും അങ്ങോട്ട് ഒരു അൺസഹിക്കബിൾ പരിപാടിയായിരുന്നു. പിന്നെ പടം കാണാൻ വല്ല ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയി കണ്ടോ, ധൈര്യമായിട്ട് കണ്ടോ. കാരണം ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഒന്നാമത്തത് ക്ലൈമാക്സിന്റെ ഒരു ഫൈറ്റ് ഉണ്ട്, ഓസ്കാർ ലെവൽ എപ്പിക്കാണ് സാധനം. പിന്നെ ഹെലികോപ്റ്റർ വാങ്ങിക്കുന്ന ഒരു സീനുണ്ട്, പൊളി. പിന്നെ ശ്രീലങ്കൻ ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു സീനുണ്ട്, പൊളി. പിന്നെ ഫഹദും അള്ളും കൂടി ഒരു തിരുവാതിര കളിയുണ്ട്, കൈവച്ചിട്ട് സംസാരിക്കാതെയുള്ള ഒരു കളിയുണ്ട്. മറ്റേ ട്രെയിലറിൽ കാണൂല്ലേ, ഫയറല്ല വൈൽഡ് ഫയർ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് ഒരു കുറച്ച് ലെന്തി ആയിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ ആ സീൻ പൊളിയാണ്. പിന്നെ ആ കാളിയൊക്കെ ആയിട്ട് വേഷം ഇട്ടിട്ടുള്ള ഒരു പോർഷനില്ലേ, അപ്പോൾ അതിന് മുമ്പുള്ളൊരു ഡാൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. ഇത് രണ്ടും പൊളി. പിന്നെ ആദ്യം പോലീസ് സ്റ്റേഷനിലൊരു സെറ്റിൽമെൻറ്റ് പരിപാടി ഉണ്ട്, അത് പൊളി. പിന്നെ ഇൻ്റർവെല്ലിന് മുമ്പ് ഫഹദിനെ ആളിൽ കുളിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അത് പൊളി. അപ്പോൾ അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് പരിപാടികളുണ്ട് കാണാൻ. കാരണം ഓരോരോ സീൻ കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള സമയം തരുന്നില്ല സുകുമാർ. കാരണം ചിന്തിച്ചതിൻ്റെ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ. അപ്പോൾ ചിന്തിക്കാനുള്ള സമയം ലിറ്ററലി കൊടുക്കരുന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഓരോരോ ബോംബ് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം അതേപോലെ ഒരു ബോംബും കൂടി ഇട്ടിട്ടാണ് പടം തീരുന്നത്. പിന്നെ ഇതുപോലുള്ള പടത്തിൽ പിന്നെ വേറെ എന്ത് കോക്കനറ്റാണ് പ്രതീക്ഷിക്കാനുള്ളത്? അത്രേ ഉള്ളൂ സംഭവം. എന്തായാലും റോസ്റ്റിംഗ് മച്ചാന്മാർക്ക് പെരുന്നാളാണ് ഈ പടം. പിന്നെ പാട്ടും അതേ, മ്യൂസിക്കും അതേ, ഷോകം എന്ന് പറഞ്ഞാൽ ഹെവി ഷോകമാണ്. പിന്നെ പാട്ട് ഡയറക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയാണ്. കഥയായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലേസ് ചെയ്തേക്കണം. ഇങ്ങനെ പെട്ടെന്ന് ഇടിച്ചു കയറി വരാണ്ട് പാട്ടിൻ്റെ ലിറിക്സ് അനുസരിച്ചിട്ട് മുന്നേ സീനൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഒഴുക്കിൽ പോകുന്ന രീതിയിലാണ് പാട്ട് വന്നേക്കണം. അത് പൊളിച്ച്. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ പുഷ്പ 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാസ് പടങ്ങളെ ഫാനാണ്, ഈ പടം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും പടം ബോക്സ് ഓഫീസ് തൂക്കിയടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 400 കോടിയായി വേൾഡ് വൈഡ്. അപ്പോൾ കണ്ടവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഇടിപെട്ട് വേണ്ടിയിട്ട് വരാം. ടിൽ ദെൻ ബൈ.